ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ കൊടൈക്കനാൽ ട്രിപ്പ് സീരീസ്. അപ്പോൾ ഇത് നമ്മുടെ ഫൈനൽ ഡേ ആണ്. നമ്മൾ രാവിലെ നേരത്തെ എണീറ്റ് കേട്ടോ സൺറൈസ് കാണാൻ. സൗരവ് നേരത്തെ എണീറ്റിരിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു കേട്ടോ. സംഭവം റൂംസ് അത്ര പോരെങ്കിലും അവിടുന്ന് ബാൽക്കണിയിലുള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂംസ് ആയിരുന്നത്. ഞങ്ങളുടെ റൂംസ് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരുന്നു കേട്ടോ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്ത് പെട്ടിയും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ എടുത്തു. പിന്നെ നമുക്ക് റൂമിൽ വന്ന് പെട്ടി എടുത്ത് പോകേണ്ട ഒരു ടൈം വെറുതെ വേസ്റ്റ് ആവുമല്ലോ. അങ്ങനെ നമ്മൾ മഹാരാജാസ് റെസ്റ്റോറൻറ്റിൽ കയറി. ഇത് ഭയങ്കര നൊസ്റ്റാൾജിക് ആണ് കേട്ടോ. കാരണം ഞാനും സൗരവും കോളേജിൽ നിന്ന് ടൂർ വന്ന ടൈമിൽ നമ്മൾ ഇവിടെ നിന്നാണ് എല്ലാ നേരത്തെ ഫുഡും കഴിച്ചത്. എല്ലാവർക്കും ഫുഡ് നല്ല ഇഷ്ടപ്പെട്ട ഒരു കേരള റെസ്റ്റോറൻറ്റ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം പോലെയല്ല, കഴിഞ്ഞ ദിവസം തീരെ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് തലേന്ന് രാത്രി ഞാനും സൗരവും അമലും ഇതുപോലെ ഞങ്ങൾ നേരത്തെ കൊടൈക്കനാൽ പോയിട്ടുള്ളതുകൊണ്ട് ഐറ്റിനറി പ്രോപ്പറായി പ്ലാൻ ചെയ്ത് നമ്മൾ പോവുകയാണ് ചെയ്തത്. കണ്ണനും ഉണ്ടായിരുന്നു കേട്ടോ സെറ്റാക്കാൻ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് പില്ലർ റോക്കിലാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ പില്ലർ റോക്കിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ഓൾ ഫേമസ് ഗുണ കേവ്, എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ, നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് വഴി ഹിറ്റായതാണ് കേട്ടോ. അതിന് മുന്നേ ഗുണ എന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയത് കേട്ടോ. പിന്നെ ഈ പ്ലേസസ് ഒക്കെ യൂഷ്വലി എല്ലാവരും പോണ പ്ലേസസ് ആണ്. കാരണം ഇത് ഒരൊറ്റ റൂട്ടിലാണ് ഈ സ്ഥലങ്ങളൊക്കെ വരുന്നത്. അതിൽ നമുക്ക് ഗ്രീൻ വാലി വ്യൂ പോയിന്റ് മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എന്തോ ആ ടൈമിൽ അവിടെ ഡ്രൈവർ ചേട്ടനെ നിർത്താൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഓരോന്ന് ഓർഡർ ആയിട്ട് തന്നെയാണ് പോയത് കേട്ടോ. പിന്നെ നോക്കിയേ, ഫുൾ കോട വന്ന് ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുകയായിരുന്നേ. നമ്മൾ ആക്ച്വലി കൊടൈക്കനാൽ പോകണമെങ്കിൽ എന്തായാലും ഈ ഒരു തണുപ്പ് ടൈമിൽ പോകണം കേട്ടോ. ഡിസംബർ ജാനുവരി ആ ഒരു ടൈമിൽ. ഞങ്ങൾ പോയത് ഫെബ്രുവരിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇതുപോലെ കോട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പോയ ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, പൈൻ ഫോറസ്റ്റ് ആണ്. അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല, കുറേ പൈൻ ട്രീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് റീൽസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ മോയസ് പോയിന്റിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ഫുൾ കോടയായിരുന്നു കേട്ടോ. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ബേസിനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് അവർ പണിതതാണ്. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ഫുഡ് അടിയായിരുന്നു കേട്ടോ. നമ്മൾ അവിടുന്ന് കഴിക്കാത്ത ഒന്നും തന്നെ ബാക്കിയില്ല. ഗോലി സോഡ കുടിച്ചു, കോൺ കഴിച്ചു, നൂഡിൽസ് കഴിച്ചു. പിന്നെ പേരൻസ് ആണെങ്കിൽ വേറെ എന്തൊക്കെയോ കഴിക്കുന്നുണ്ടായിരുന്നു. ബ്ലാക്ക് ചന്ന സാലഡ്, റോ മാംഗോ സാലഡ്, അങ്ങനെ പലതും കഴിച്ചു കേട്ടോ. അവിടുന്ന് നമ്മൾ കണ്ടതെല്ലാം ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. Hi guys, mango salad, very tasty. You have to try one time. मसाला Super, यस अच्छा super. നല്ല ടേസ്റ്റിൽ ഇത് വെരി സോഫ്റ്റ്. അവിടെ അച്ഛനാണെങ്കിൽ ഹിന്ദിയിൽ ഭയങ്കര വ്ളോഗിങ് ആണ് കേട്ടോ. സിജിമയുടെ വീഡിയോസിന് വേണ്ടിയിട്ട് നല്ല കോമഡി ആയിരുന്നു എല്ലാവരും കൂടി. ഗായ്സ്, ഈ പോണ വഴിക്ക് എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. ശരിക്കും വീഡിയോയിൽ അതിൻ്റെ ഭംഗി അറിയണേ ഇല്ല. അത് കഴിഞ്ഞ് നമ്മൾ ഇടയിലൊരു സ്ഥലം എത്തിയപ്പോൾ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ വണ്ടി. കാരണം നമ്മൾ ഫാമിലി റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫാമിലി റീൽസ് എടുക്കാൻ വേണ്ടി സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായി. കൊടൈക്കനാൽ വാസ് വേ മോർ ബ്യൂട്ടിഫുൾ ദാൻ ദ ലാസ്റ്റ് ടൈം വി കെയിം. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ കോടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം എല്ലായിടത്തും കോട ഉണ്ടായിരുന്നു. പക്ഷെ കോടണെന്ന് വെച്ചിട്ട് വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് ബ്രെഡ് ഓംലെറ്റും അതുപോലെ തന്നെ മാഗിയൊക്കെ അവിടുന്ന് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ച പോലെ തന്നെയായിരുന്നു. അവരൊരു സ്പെഷ്യൽ മസാല ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായി. നല്ല ചുട്ടോടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചുട്ട സ്വീറ്റ് കോൺ കഴിച്ചേ. എനിക്കിത് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് ചുട്ട സ്വീറ്റ് കോൺ ആണ് പുഴുങ്ങിയതിനേക്കാളും ടേസ്റ്റ് എന്ന്. അത് കഴിഞ്ഞ് നമ്മൾ കോക്കേഴ്സ് വാക്കിൽ കയറി. അവിടെ എത്തിയപ്പോൾ നമ്മൾ ഹോട്ട് ചോക്ലേറ്റും ഇതുപോലെ തന്നെ ചിലർ ഐസ്ക്രീംസ് ഒക്കെയാണ് കഴിച്ചത്. ഹോട്ട് ചോക്ലേറ്റ് വാസ് ജസ്റ്റ് ഓക്കെ. അങ്ങനെ നമ്മൾ കോക്കേഴ്സ് വാക്കിൽ നിന്ന് ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ബ്രയൻറ്റ് പാർക്ക് കേട്ടോ. അവിടെ നമ്മൾ കയറിയില്ല. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി. ഓൾ ടൈം എപ്പിക് ആൻഡ് ദ മോസ്റ്റ് ഫേമസ് കൊടൈക്കനാൽ ലേക്ക്. നമുക്ക് ബോട്ടിങ് ചെയ്യാൻ പറ്റുമെന്ന് ഡൗട്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ചും കൂടി ലേറ്റ് ആയിരുന്നെങ്കിൽ എന്തായാലും പറ്റൂലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിന് കയറി കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ബോട്ടിങ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അത് പറ്റി. അച്ഛനും അമ്മയും പാപ്പനും കയറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം രസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു. ഞങ്ങൾ 3 ബോട്ടുകാരും കൂടി ഒരുമിച്ച് ഒരു വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ അച്ഛൻ കുതിരമ്മൽ കേട്ടോ. അങ്ങനെ അച്ഛന് ഒരു ഹോഴ്സ് റൈഡൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും
അങ്ങനെ എല്ലാവരും ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഗ്യാദർ ചെയ്തിട്ട് നമ്മൾ വാണ്ടർ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ചെറിയ സ്റ്റോൾസ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിന് ചുറ്റും ഷോപ്സാണ് കേട്ടോ, ലേക്കിന് ചുറ്റും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ കുട്ടി ഇങ്ങനത്തെ ഒരു ഉടായ്പ പരിപാടി നടത്തുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ ട്രൈ ചെയ്തു. പിന്നെ മോമോസും പൊട്ടറ്റോ കേളീസും മേടിച്ചു കേട്ടോ. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. ഞാൻ ഇതുവരെ ഇത്ര ടേസ്റ്റുള്ള മോമോസ് കഴിച്ചിട്ടില്ലേ. ഒരു പ്ലേറ്റ് കൂടി മേടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് പാളിപ്പോയി. പിന്നെ അങ്ങനത്തെ മോമോസ് നമ്മൾ കണ്ടില്ല. പിന്നെ നമ്മൾ ചുരോസ് ട്രൈ ചെയ്തു. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അതും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ തന്നെ അത് ഫുള്ള് തീർക്കേണ്ടി വന്നു. പിന്നെ നമ്മളിത് ആ ട്രാവലറിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ കാരോളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സൗരവും അമലാണെങ്കിൽ ഓടിപ്പോയിട്ട് അവരൊപ്പം വൈബാക്കിയായിരുന്നേ. പിന്നെ നമുക്ക് എല്ലാവർക്കും അവർ കുറച്ച് ചോക്ലേറ്റ്സ് തന്നിട്ടോ. അതുപോലെ തന്നെ ഞാനും സൗരവും കുറച്ച് കൊടൈക്കനാൽ ചോക്ലേറ്റ്സ് മേടിച്ചിട്ടുണ്ടായേ. മിക്ക ആൾക്കാരും പറയാറ് അത് ഒറിജിനൽ അല്ല എന്നാണ്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്, നമുക്ക് ടേസ്റ്റ് ആണല്ലോ മുഖ്യം. എന്നിട്ട് പിന്നെ തിരിച്ച് വരുന്ന വഴി നമ്മൾ പഴനിയിൽ നിന്ന് പോകുമ്പോൾ രാവിലെ കഴിച്ച റെസ്റ്റോറൻറ്റ് തന്നെയാണ് നമ്മൾ തിരിച്ച് വരുമ്പോഴും കഴിച്ചേട്ടോ. വെജിറ്റേറിയൻ ഫുഡായിരുന്നു. എല്ലാവരും മുഖം കാണും പറയാം നമ്മൾ നല്ല ടയേർഡായിരുന്നു. തിരിച്ചു പോകുമ്പോൾ നമ്മൾ നോർമൽ റൂട്ടാണ് എടുത്തത്. ഇത് കുതിരാൻ ടണലാണ് കേട്ടോ. ഞാനൊന്നും കണ്ടത് തന്നെയില്ല. ഞങ്ങൾ മിക്ക ആൾക്കാരും ഉറക്കത്തിലായിരുന്നു. അച്ഛനാണ് മുന്നിലിരുന്നതൊക്കെ ഷൂട്ട് ചെയ്തേട്ടോ. അങ്ങനെ നമ്മുടെ 2 മാസം പ്ലാനിങ്ങിനൊടുവിൽ പോയ 3 days ഫാമിലി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, തിരിച്ചു പോകുമ്പോൾ എല്ലാവരും സാഡായിരുന്നു കേട്ടോ. നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ, അപ്പോൾ പറ്റുമ്പോൾ ഒക്കെ ഇതുപോലെ ഫാമിലി ആയിട്ട് ട്രിപ്സിനും ഔട്ടിങ്സിനും ഒക്കെ പോയി അങ്ങോട്ട് അടിച്ചു പൊളിക്കണം. കാരണം ഈ കുട്ടി കുട്ടി ട്രിപ്സ് വിൽ ബി മെമ്മറീസ് ദാറ്റ് വിൽ ബി ചെറിഷ്ഡ് ഫോർ എ ലൈഫ് ടൈം. അപ്പോൾ അടുത്ത ട്രിപ്പിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.